ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ഓൾ ബിക്കോസ് എനിക്ക് മടിയായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ വെറുതെ വിചാരിച്ചു, കുറേ നാളായാലും എടുക്കാണ്ട് ഇങ്ങനെ നിൽക്കണു, എന്തിങ്ങനെ മടി പിടിച്ചിരിക്കണം, നമുക്ക് വീഡിയോ ഒക്കെ ഇടണ്ടേ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതല്ല, മൂവി കാണാൻ പോവാം. ഏത് മൂവിയാണെന്ന് വെച്ചാൽ ദൃശ്യം 3 ആണ് കാണാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ദൃശ്യം ഫസ്റ്റ് വൺ ഇറങ്ങിയപ്പം ഞാൻ തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല. ഞാൻ ടി വിയിൽ കമ്പ്യൂട്ടറിൽ അങ്ങനെയൊക്കെ എന്തോ കണ്ടത്. പിന്നെ ദൃശ്യം 2 OTT ഇറങ്ങി. അത് ഇറങ്ങിയ ആ മൊമെൻറ്റിൽ തന്നെ ഞാൻ കണ്ടു ആമസോണിൽ. പിന്നെ ഇപ്പോൾ ദൃശ്യം 3. അപ്പം ഇതുവരെയായിട്ടും ദൃശ്യത്തിൻ്റെ ഒരു സീസൺ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പം ഇതാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന മൂവി ദൃശ്യത്തിൻ്റെ. അപ്പം ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, അപ്പം അധികം എക്സ്പെക്റ്റേഷൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ പോണില്ല. കാരണം എല്ലാവരുടെയും ഇത് വെച്ചിട്ട് എനിക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരുന്നാലായിരിക്കും മേ ബി എനിക്ക് ഇഷ്ടപ്പെടാമെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു നോക്കാം. പിന്നെ ഞാൻ ഈ മൂവീൻ്റെ എന്താ പറയുക, സ്പോയിലർ പോലെ ഒന്നും പറയാൻ പോകുന്നില്ല ഇതിൽ. പിന്നെ ഞാൻ മൂവി കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ എന്തൊക്കെയാണ് നടക്കണേന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതും കാണിച്ചു തരാം. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു മൂവിക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഒരു ഷോപ്പിൽ കയറി ഇങ്ങനെ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ കുടിക്കാനോ വേണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതാദ്യം വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷോപ്പിൽ കയറുമ്പം ഈ ബ്രെഡ് ടോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പിൽ എപ്പോൾ പോകുമ്പോഴും എനിക്ക് അവിടുത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് 2 സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതും അപ്പോൾ ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും മൂവിയൊക്കെ തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വേഗം തിയേറ്ററിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെയാണെങ്കിൽ മലയാളം മൂവി ആയതുകൊണ്ട് ഫുൾ മലയാളീസിൻ്റെ കൂടെ ഇരുന്ന് മൂവി കാണാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ആണെങ്കിൽ തിയേറ്ററും ഫുള്ളായിരുന്നു ഓൾമോസ്റ്റ്. അപ്പം ഞാൻ മൂവിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ലാസ്റ്റ് ഈ വീഡിയോൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും പോയി കേൾക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോട് പറ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ചെത്തി. എൻ്റെ അഭിപ്രായത്തിൽ മൂവി നല്ല മൂവിയാണ്. നല്ല മൂവിയാണെന്ന് വെച്ചാൽ സ്റ്റോറിയൊക്കെ ഇങ്ങനെയൊക്കെ ആവോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ഒരു തോട്ടായി. ഇങ്ങനെയൊക്കെ ഒരാൾ ആയി പോവോ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും പോയി മൂവി കാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ ജിത്തു ജോസഫൊക്കെ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നതെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ, എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ റിവ്യൂ ആയിട്ടൊന്നും അല്ല, ഭയങ്കര ഇതായിട്ട് പറയുമല്ല. എല്ലാവരും കുഴപ്പമില്ല, അവർ കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയോണ്ടാന്ന് തോന്നുന്നു എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. എന്തായാലും നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബിക്കോസ് നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവുമായിരിക്കും എന്തായാലും. മൂവിനെ പറ്റി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പോയി കാണും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ടാ. ഓരോരുത്തർക്കും ഓരോ മൂവി കാണുമ്പോൾ അവരുടേതായ അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റോറി വൈസ് എല്ലാവരും, പിന്നെ മോഹൻലാലിൻ്റെ അഭിനയമൊന്നും പറയണ്ടല്ലോ. പിന്നെ അത്രേ ഉള്ളൂ മൂവിനെയൊക്കെ പറ്റിയിട്ട്. പിന്നെ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഈ 3ൽ ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം ആയത് എന്നും കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏതിനാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്, ഏത് പാർട്ടിനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ മൂവി കാണാൻ പോയപ്പോൾ
കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചു വന്നു. എല്ലാവരുടെയും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ എല്ലാവർക്കും.